ഈശ്വര, ഇനി എവിടെയാ തരേണ്ടത്? അവിടെയൊന്നും ഇല്ല. അവൾ എപ്പോഴും ഒളിച്ചിരിക്കാറുള്ള മുറിയിലും ഇല്ല. ഇനി കിണറ്റിലേ നോക്കാനുള്ളൂ. അതിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാ. നീ പേടിക്കണ്ട ചന്ദ്രപ്പാ, ആ തല മാത്രം ഒന്ന് മാറ്റി വെച്ചോ. ചന്ദ്രപ്പാ നീ പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. അരി വെട്ടിയാ സൂക്ഷിച്ചു വെട്ട്. വെട്ടിയാ കൊള്ളില്ല. അവന്റെ തലക്കിട്ട് അങ്ങനെ കൊണ്ട് തല താഴ്ത്തി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു. ആ തലയുണ്ട്. കിടന്നുറങ്ങണ ഇങ്ങോട്ട് ഇറങ്ങണ. ചന്ദ്രപ്പൻ എന്തിനാ പെട്ടിയിൽ കയറിയത്? കയറിയതല്ല, ഇതാരോ അവനെ പാഴ്സലാക്കിയതാ. ഒത്തിരി അധ്വാനിച്ച് ഞാൻ വാരിക്കൂട്ടിയ ഉരുപ്പടികളും ആരോ പൊക്കി. നീ എന്തിനാ ആ പെട്ടി കിടക്കുന്നത്? വേറെ പെട്ടിയൊന്നും നിനക്കും ആ പെട്ടിക്ക് നമ്മുടെ പ്രശ്നം. കൊണ്ടുപോയി കുളത്തിലിട്ട് എണ്ണ തേച്ചൊന്ന് ചവിട്ടി ഉഴി. ഇന്നത്തെ കാര്യം പിന്നെ. വിടവനെ. സത്യം പറഞ്ഞില്ല, എല്ലാവരുടെയും തിരിയിടും ഞാൻ. ഇതെന്റെ രുക്മിണിയുടെ ധാവണിയാ. ഇതെങ്ങനെ ഇവിടെ എത്തി? ഇവൻ എന്റെ കുട്ടി എന്താ ചെയ്തേ? നിനക്കെന്താ ഞാൻ പ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. രുക്മിണിയെ കാണാനില്ല. രാവിലെ മുതൽ ഞാൻ തെരയാ. ഇവിടുന്ന് അവളുടെ ധാവണി. പറയടാ, ഈ ധാവണി ഇട്ടോണ്ട് നീ കെട്ടാൻ പോകുന്ന ഇന്നലെ ഇവിടെ വന്നിരുന്നോ? അയ്യോ ഇല്ലേ. ഏട്ടൻ എന്താ തലക്ക് ഭ്രാന്ത് പിടിച്ചോ? തുലാം 16 അവൾ ഏതായാലും വരൂല്ലേ? പിന്നെന്താ ധാവണി കൊടുത്ത് നേരത്തെ വരുന്നത്? ഒരു ധാവണി ഞാൻ ആദ്യമായിട്ടാ ഇത്ര അടുത്ത് കാണുന്നത്. ഇതാണ് ധാവണി. തുമ്പശ്ശേരി, സ്നേഹം നടിച്ചതും പെണ്ണന്വേഷിച്ചതും ഇത് വാടകയ്ക്കെടുത്തും ഒക്കെ പഴയ കണക്ക് തീർക്കാനായിരുന്നു. തീർക്കടാ, ഈ ചിഹ്നെന്തിനും ചെയ്യാറാ. വേണ്ടടാ, താക്കോലിട്ട് തുറന്ന ഇതിന് താള് കയറിയത്. ഇതിന്റെ താക്കോലാണ് നിന്റെ കയ്യിലുള്ളത്. സത്യം പറ ചിന്ന, ഈ കല്യാണം വേണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വല്ല നല്ല ചിന്തയെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. കല്യാണം നിശ്ചയിച്ചപ്പെടുന്ന വല്ല ഏടാകൂടവും സംഭവിച്ചാൽ ഒരുത്തനെ ഈ കുറിപ്പ് വെറുതെ വിടില്ല. രുക്മിണി ചന്ദ്രപ്പന്റെ പെണ്ണ. ഏത് ചെകുത്താൻ വിചാരിച്ചാലും അതിന് മാറ്റമില്ല. വേണ്ടെന്ന് നീ പറഞ്ഞാലും വേണമെന്ന് ഞാൻ പറയും. അവൻ അവളെ കിട്ടും. എന്നെ നാറ്റിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കും. എവിടാ അവള് തൂങ്ങിയത്? എന്റെ അമ്മയുടെ നെഞ്ചത്ത്. ശവറക്കാൻ പോലീസ് വരും. ഇവിടെ പോണോ? എന്റെ കുട്ടി കൈപിടിഞ്ഞു പോയൂ എന്റെ കൃഷ്ണ. എന്താ ഈശ്വരന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി ഈ സമയത്ത് ഒരു പ്രാർത്ഥന? മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി. ധൈര്യം കിട്ടാൻ നല്ലൊരു ചായ കുടിച്ചാ പോരെ? രുക്മിണി പറഞ്ഞ ചെറിയമ്മ ചായ തരില്ലേ? രുക്മിണിയല്ല, ചിന്നമണി. നമ്മൾ ഇന്നലെ പത്തായപ്പുരയിലിട്ട ധാവണി തുമ്പശ്ശേരി കുറുപ്പിനല്ല, ചിന്നക്കുറുപ്പിനെ കിട്ടിയത്. മരിച്ചു എന്ന് അവർ ഉറപ്പാക്കാൻ പറ്റില്ല കാര്യങ്ങള്. മരിച്ചിട്ടില്ലെന്നും ജീവനോട് ഇവിടെ ഉണ്ടെന്നും ഞാൻ ആളെ വിട്ട് പറഞ്ഞേക്കട്ടെ. ഈ തൂങ്ങുന്ന സ്വഭാവമുള്ള ആളുകള് പിന്നെയും തൂങ്ങുന്നു കേട്ടിട്ടുണ്ട്. ചിലര് അതിനു മുമ്പ് പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഇല്ല ഇപ്പൊ കണ്ട പ്രാർത്ഥനയ്ക്ക്. അല്ല, തൂങ്ങി മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ സാധാരണ എത്ര സമയം എടുക്കും? അതിപ്പോ തൂങ്ങാതെ മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ എത്ര സമയം എടുക്കും? അത്ര സമയം എടുക്കും. തൂങ്ങിയതുകൊണ്ട് തൂങ്ങുന്ന മനുഷ്യന് ഒരു വലിയ ആനയെന്നായി മാറില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? സത്യം പറഞ്ഞാൽ താൻ തൂങ്ങാതെ രക്ഷപ്പെട്ട നന്നായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിളക്കും കത്തിച്ച് ചാവടിയിലെ പൂമുഖത്തെ കിടത്തിയ ഒരൊറ്റ മനുഷ്യൻ പോലും കരയാണ്ടാവില്ല എന്ന് ഈ 5-6 മണിക്കൂർ നേരത്തെ അന്വേഷണം കൊണ്ട് എനിക്ക് വ്യക്തമായി. ആകെ ഒരു മുത്തശ്ശി കാണും.
അതൊന്നും നന്നായിട്ട് കരഞ്ഞാ അതിന്റെയും കാറ്റ് പോവും. നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ കുറെ ആൾക്കാരില്ലാതെ പിന്നെന്ത് മരണോടോ? അതിലും ഭേദം മരിക്കാതിരിക്കുന്ന. ഇനി ഞാൻ മരിക്കുമ്പോ ഒരുപാട് പേര് കരയാനുണ്ടാവുന്ന പറയണേ. ഉണ്ടാവും, ഒരുപാട് പേര് കരയാനുണ്ടാവും. ഈ നാട് മുഴുവനും ഉണ്ടാവും. എന്താ സംശയമുണ്ടോ? ഇന്നലെ രാത്രി മുത്തശ്ശി ഉറങ്ങുമ്പോഴാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. മുത്തശ്ശിയുടെ കാല് പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. എപ്പോ കരയുമ്പോഴും രക്ഷിക്കാൻ ഒരാള് വരുമെന്ന് പറഞ്ഞ മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കുക. എന്തേ ആരും വരാത്തെന്ന് ഉറങ്ങുന്ന മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു. രക്ഷിക്കാൻ വരുന്നത് മരണമാണെന്ന് മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. മുത്തശ്ശിയുടെ പ്രാർത്ഥന പോലെ ആരോ വന്ന് കയറുന്ന ഞാനും കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോ എന്നെ രക്ഷിക്കാനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോ, എല്ലാവരും അനുഭവിക്കുന്ന ഈ വിഷമങ്ങളൊക്കെ കാണുമ്പോ എന്താ ഈ കാൽക്കല് വീഴാൻ കഴിയാത്തെന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിക്കായിരുന്നു. മതി, ഇത്രയും മതി. ഇനി പറയണ്ട, ഒന്നും പറയണ്ട. ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറിപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? പൊക്കിയിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറിപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നളിനാക്ഷനെയും കാണാനില്ല. അതെന്തുപറ്റി? തുമ്പശ്ശേരി കുറിപ്പിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായെന്നാ കേട്ടത്. വത്സലേ, തുറക്കടി വാതില്. ചന്ദ്രപ്പ, ജനാർദ്ദന, ഒരുത്തരും കാണാനില്ലല്ലോ. എല്ലാം പോയി ചത്തോ? ഇനി വാതില് തുറക്കാൻ. നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. നിനക്ക് എന്താ അടി പറ്റിയത്? സകല നെട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക. വാതിൽ തട്ടി ബഹളം വെച്ചാ നിങ്ങളുടെ സകല നട്ട് ഞാൻ അഴിച്ചിടും. വാതിലടച്ച് പൂജ നടത്താൻ നീ ആരാടി? തോന്നിയാസം കാണിച്ചാൽ വെട്ടിവെച്ചു കൊല്ലും ഞാൻ. തന്റെ വെടി എന്റെ നെഞ്ചത്ത് വരുന്നതിന് മുമ്പ് താൻ ആവിയായി ആകാശത്ത് കിടക്കും. ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും ജനാർദ്ദന കുറുപ്പിനെ കുളിമുറിയിൽ കിടത്തിയതും ചന്ദ്രപ്പനെ പെട്ടിയിൽ അടച്ചതും മറ്റാരുമല്ല, ശൈവഭൂതങ്ങൾ. ശൈവഭൂതങ്ങൾ ഒന്നും രണ്ടുമല്ല, 10,000 ഭൂതങ്ങൾ. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. കുറുപ്പ് പോ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ. അയ്യോ മുതലാളി, ഞാനാ കാര്യസ്ഥൻ രാമക്കുറുപ്പ്. ഏത് കുറുപ്പ് അവിടെ? വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ, കുറുപ്പേ, തന്നെയല്ലോ ഞാനോട് ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ പറഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പോഴത് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമ ശിവായ. അയ്യോ മുതലാളി, ഇത് കണ്ടോ? യോ